പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 3 യൂണിറ്റ്സ് ഓഫ് മെഷർമെൻ്റ് എന്നുള്ള പോർഷനിലെ വെയ്റ്റ് കൺവേർഷനാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലെങ്ത് കൺവേർഷൻ പഠിച്ചിരുന്നു. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം നിങ്ങൾ ബാക്കിയുള്ള വീഡിയോസ് കാണുക. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കണ്ടാലേ നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ കേട്ടോ, ഇല്ലെങ്കിൽ കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ എന്താണ് ഈ പോർഷനിൽ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ലെറ്റ് us ലുക്ക് അറ്റ് കിലോഗ്രാംസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു നോക്കിയത്? മില്ലിമീറ്റർ, സെൻറ്റിമീറ്റർ, മീറ്റർ ഇതിലോട്ടൊക്കെ കൺവേർട്ട് ചെയ്യുന്നതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലെങ്ത് കൺവേർഷനിൽ നോക്കിയതല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ കിലോഗ്രാംസിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 1 കിലോഗ്രാം അല്ലെങ്കിൽ 1 കിലോഗ്രാം എന്ന് വെച്ചാൽ എന്താണ്? 1000 ഗ്രാം ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 1 സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ എന്തായിരുന്നു? 10 മില്ലിമീറ്റർ ആയിരുന്നു. ഇനി 1 മീറ്റർ എന്ന് വെച്ചാൽ എന്തായിരുന്നു? 1 മീറ്റർ എന്ന് വെച്ചാൽ 100 സെൻറ്റിമീറ്റർ ആയിരുന്നു. അപ്പോൾ 10ഉം 100ഉം വെച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത്. ഇവിടെ നോക്കിയേ, 1 കിലോഗ്രാം എന്ന് പറയുന്നത് എന്താണ്? 1 കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം എന്തായിരിക്കും? 1 ഗ്രാം എന്ന് പറയുന്നത് എത്ര കിലോഗ്രാം ആയിരിക്കും? 1 കിലോഗ്രാം 1000 ഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം എന്ന് പറയുന്നത് എത്ര കിലോഗ്രാം ആയിരിക്കും? എത്രയായിരിക്കും? 1/1000 കിലോഗ്രാം ആയിരിക്കും. അതായത് 1000th കിലോഗ്രാം ആയിരിക്കും. അപ്പോൾ ഇത് ഡെസിമൽ പോയിന്റിൽ എഴുതുമ്പോൾ എന്ത് വരും? അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്കൊരു ട്രിക്ക് പറഞ്ഞു തന്നിരുന്നു. അതായത് നമുക്ക് ഡിനോമിനേറ്ററിൽ തന്നിരിക്കുന്ന നമ്പറിന് എത്ര സീറോസ് ഉണ്ടെന്ന് നോക്കുക. ഇവിടെ 1000ന് 3 സീറോസ് ആണ് അല്ലേ. അതായത് 10, 100, 1000 ഇതാണ് ഡിനോമിനേറ്ററിൽ വരുന്നതെങ്കിലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ 1000ന് 3 സീറോസ് ആണുള്ളത്. അപ്പോൾ നമ്മൾ ഡെസിമൽ പോയിൻ്റ് എങ്ങനെയാണ് കൊടുക്കുന്നത്? ന്യൂമറേറ്ററിലെ നമ്പറിൻ്റെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്. ഇവിടെ ഡിവിഷനാണ്. ഡിവിഷൻ വരുമ്പം റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 3 ഡിജിറ്റ്സ് മാറിയിട്ടാണ് നമ്മൾ ഡെസിമൽ പോയിൻ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ 1 എന്നൊരു ഡിജിറ്റ് നമുക്കുണ്ട്, ബാക്കി 2 ഡിജിറ്റ്സുകളില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവിടെ 2 എടുത്ത് നമ്മൾ 0 കൊടുക്കും. എന്നിട്ട് നമ്മൾ ഡെസിമൽ പോയിൻ്റ് ഇടും. അപ്പോൾ 0.001 കിലോഗ്രാം എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിന് മുമ്പ് നമുക്കൊരു 0 കൊടുക്കാം. അപ്പോൾ 0.001 കിലോഗ്രാം എന്ന് കിട്ടും. ഈ ഒരു മെത്തേഡിൽ നമുക്ക് എഴുതാം. ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇനിയും വരുന്ന ക്ലാസ്സുകളിൽ ഇത് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി ഇതല്ലാതെ നമ്മൾ പഠിച്ച മെത്തേഡിലാണെങ്കിൽ എങ്ങനെ എഴുതും? നമുക്കറിയാം ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞ് റൈറ്റിലേക്കാണ് ടെൻസ്, ഹൺഡ്രഡ്സ്, 1000th ഈ പ്ലേസസ് വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്? 1/1000 എന്ന് വെച്ചാൽ 1000th ആണല്ലേ. അപ്പോൾ അതിന് ഞാൻ കഴിഞ്ഞ വീഡിയോസിലും പറഞ്ഞു, ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ടെൻസിൻ്റെ പ്ലേസും ഇല്ല, ഹൺഡ്രഡ്സിൻ്റെ പ്ലേസും ഇല്ല. അങ്ങനെ പ്ലേസ് ഇല്ലാതെ വരുമ്പോൾ ആ 2 പ്ലേസിലും നമ്മൾ എന്ത് കൊടുക്കണം? 0 കൊടുക്കണം. പിന്നെ 1000th ആ പ്ലേസിൽ എന്തുണ്ട്? 1 ഉണ്ട്. അപ്പോൾ നമ്മൾ 1 എന്ന് കൊടുക്കുന്നു. അപ്പോൾ 0.001 എന്ന് എഴുതാം. ഈ 2 മെത്തേഡും നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് ചില സ്റ്റുഡൻസിന് ഡൗട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഓർത്ത് വെച്ചാൽ അവർക്ക് എഴുതാനായിട്ട് സാധിക്കും കേട്ടോ. ഡിവിഷൻ ആണെങ്കിൽ നമ്മുടെ ഡെസിമൽ പോയിൻ്റ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് മൂവ് ആകുന്നത്. ഇനി മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ നമ്മുടെ ഡെസിമൽ പോയിൻ്റ് എങ്ങോട്ട് മൂവ് ആകും? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മൂവ് ആകും. ഇത് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി നോക്കിയേ, ഹൗ മെനി കിലോഗ്രാം ഈസ് 5 ഗ്രാം? അപ്പോൾ 1 ഗ്രാം എന്ന് പറയുന്നത് 1/1000 കിലോഗ്രാം ആണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 5 ഗ്രാം എത്ര കിലോഗ്രാം ആയിരിക്കും? 5/1000 കിലോഗ്രാം ആയിരിക്കും. അതിനെ ഡെസിമൽ പോയിന്റിൽ എഴുതിയാൽ എന്ത് വരും? 0.005 കിലോഗ്രാം എന്ന് കിട്ടും. അതായത് 5/1000 ആണ്. 1000ന് 3 സീറോസ് ആണ്. അപ്പോൾ നമ്മുടെ ഡെസിമൽ പോയിൻ്റ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 3 പ്ലേസസ് പോകുന്നു. എന്നിട്ട് ഇവിടെയാണ് നമ്മുടെ പോയിൻ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ പ്ലേസസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 0 ഇട്ട് കൊടുക്കും. കണ്ടോ? ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ. ഇനി നോക്കിയാൽ ഹൗ മെനി കിലോഗ്രാംസ് ഈസ് 10 ഗ്രാം?
എത്ര കിലോഗ്രാംസ് ആണ് 10 ഗ്രാം? അപ്പോൾ ഇതാ ഇവിടെ നോക്കിയേ, 1 ഗ്രാം എന്ന് പറയുന്നത് 1/1000 കിലോഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ 10 ഗ്രാം എന്ന് പറയുന്നത് 10/1000 കിലോഗ്രാം ആണ്. 10/1000 കിലോഗ്രാം എന്ന് പറയുന്നത് എന്താണ്? 1/100 കിലോഗ്രാം ആണ്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് പറഞ്ഞിരുന്നു. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരേപോലെയുള്ള സീറോസ് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് ഒരു സീറോയും ഇവിടുന്ന് ഒരു സീറോയും കട്ട് ചെയ്തു. ബാക്കി 1/100 കിലോഗ്രാം. 1/100 കിലോഗ്രാം എന്ന് പറയുന്നത് എന്താണ്? ഡെസിമൽ പോയിന്റിൽ എഴുതുമ്പോൾ എങ്ങനെ വരും? ഇവിടെ 2 സീറോസ് ആണ്. അതുകൊണ്ട് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 2 ഡിജിറ്റ്സ് പോയി നമ്മൾ പോയിൻ്റ് ഇടുന്നു. അപ്പോൾ എന്ത് വരും? 0.10 എന്ന് വരും. അപ്പോൾ ഇവിടെ കിലോഗ്രാമിലായതുകൊണ്ട് നമുക്ക് എന്ത് വേണം? നമുക്ക് 3 ഡിജിറ്റ്സ് വേണം അല്ലേ? അതുകൊണ്ടാണ് ഇവിടെ 0.01 എന്നാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇവിടെയാണ് നമ്മൾ 0 ഇട്ട് കൊടുക്കുന്നത്, 0.01. അപ്പോൾ കിലോഗ്രാമിലായതുകൊണ്ട് 3 ഡിജിറ്റ്സ് ആണ്. അതുകൊണ്ട് നമ്മൾ ഒരു സീറോയും കൂടെ ഇട്ട് കൊടുത്തിട്ട് കിലോഗ്രാം എഴുതുന്നു. ഇല്ലെങ്കിൽ നിങ്ങളിവിടെ 0 കട്ട് ചെയ്യാതെയാണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ അതാ ഇവിടെ നോക്കിയേ, 10/1000. ഇവിടെ 1000-ന് 3 സീറോസ് ആണ്. അപ്പോൾ നമ്മുടെ ഡെസിമൽ പോയിൻ്റ് ഇവിടെ നിന്ന് 3 പ്ലേസസ്, 1 2 3. നമുക്ക് 2 പ്ലേസിൽ ഓൾറെഡി നമ്പേഴ്സ് ഉണ്ട്. ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ നമ്മൾ 0 ഇട്ട് കൊടുത്തിട്ട് ഡെസിമൽ പോയിൻ്റ് ഇവിടെ ഇടുന്നു. അപ്പോൾ എന്ത് കിട്ടി? 0.010 എന്ന് കിട്ടി. കണ്ടോ? കറക്റ്റായിട്ട് കിട്ടി. അപ്പോൾ നിങ്ങളിവിടെ ഈ ഒരു സ്റ്റെപ്പ് എഴുതാതിരുന്നാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ആൻസർ ഡയറക്റ്റ് ഇവിടെ കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ആസ് ഈച്ച് ഗ്രാം ഈസ് 1/1000th ഓഫ് എ കിലോഗ്രാം. അതായത് ഓരോ ഗ്രാമും കിലോഗ്രാമിൻ്റെ 1/1000th ആണ് എന്ന് നമ്മൾ മുകളിൽ കണ്ടു. അതായത് 1 ഗ്രാം ഈസ് ഈക്വൽ ടു 1/1000th കിലോഗ്രാം ആണല്ലോ. അപ്പോൾ നോക്കിയേ, 254 ഗ്രാം നമുക്ക് എങ്ങനെ എഴുതാം? 254 ഗ്രാമിനെ എങ്ങനെ എഴുതാം? 254/1000 കിലോഗ്രാം എന്ന് എഴുതാം. 254 ഗ്രാം എന്ന് പറയുന്നത് 254,000th കിലോഗ്രാം ആണ്. ഇനി നമ്മൾ ഈ 254-നെ, അതായത് 254-നെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? 200 + 50 + 4 എന്ന് നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഇനി ഇതിനെ ഓരോന്നിനും /1000 ആണല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ 200/1000 + 50/1000 + 4/1000 കിലോഗ്രാം എന്ന് എഴുതുന്നു. ഇനി 200/1000 എന്ത് വരും? ഈ 2 സീറോയും ഈ 2 സീറോയും ക്യാൻസൽ ചെയ്യാം. ഇവിടെ ഈ ഒരു സീറോയും ഈ ഒരു സീറോയും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ദാ ഇവിടെ ടെൻസിൻ്റെ പ്ലേസ് വന്നു, ഹൺഡ്രഡ്സിൻ്റെ പ്ലേസ് വന്നു, തൗസൻഡ്സിൻ്റെ പ്ലേസ് വന്നു. ഇതെന്തായി? 2/10. ഇത് 5/100. ഇത് 4/1000. അപ്പോൾ ഡെസിമൽ പോയിൻ്റ് എഴുതുമ്പോൾ എന്ത് വരും? 0.10ൻ്റെ പ്ലേസിൽ 2 ഉണ്ട്, ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിൽ 5 ഉണ്ട്, തൗസൻഡ്സിൻ്റെ പ്ലേസിൽ 4 ഉണ്ട് കിലോഗ്രാം. കണ്ടല്ലോ? 0.254 കിലോഗ്രാം എന്ന് കിട്ടി. ഉണ്ടല്ലോ? വളരെ സിമ്പിളാണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ബിലോ. ഗ്രാമിനെ കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യണം, കിലോഗ്രാമിനെ ഗ്രാമിലോട്ടും കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇതാ ഇവിടെ നോക്കിയേ, ആദ്യം 465 ഗ്രാം. 465 ഗ്രാമിനെ നമ്മൾ കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഗ്രാമിനെ കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ സ്മോളർ യൂണിറ്റിനെ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? ഗ്രാം ഈസ് സ്മോളർ യൂണിറ്റ് ആൻഡ് കിലോഗ്രാം ഈസ് ബിഗ്ഗർ യൂണിറ്റ്. ഓക്കെ. അപ്പോൾ ഗ്രാമിനെ കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ഇവിടെ ചെയ്യുന്നത്? ഡിവിഷനാണ് ചെയ്യുന്നത് ഇല്ലേ? അപ്പോൾ 465/1000 എത്ര കൊണ്ടാണ് ഡിവിഷൻ ചെയ്യുന്നത്? 1000 കൊണ്ട് ഡിവിഷൻ ചെയ്യും. അപ്പോൾ ഡിവിഷൻ ആകുമ്പോൾ 1000-ന് 3 സീറോസ് ആണ്, 3 പ്ലേസസ് റൈറ്റിലേക്ക് പോകും. ഇതാ ഇവിടെ വരും അല്ലേ നമ്മുടെ ഡെസിമൽ പോയിൻറ്റ്. അപ്പോൾ 0.465 കിലോഗ്രാം എന്ന് കിട്ടും. അടുത്തത് 68 ഗ്രാം. 68 ഗ്രാമിനെ കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 3 പ്ലേസസ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകും. അപ്പോൾ ഇവിടെ മൂന്നാമത്തെ പ്ലേസ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു 0 ഇട്ട് കൊടുക്കും.
അപ്പോൾ എപ്പോഴും ഡെസിമൽ പോയിൻറ്റിൻ്റെ ലെഫ്റ്റിൽ ഒരു 0 ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ 0.068 കിലോഗ്രാം. ഇനി ഇതിനെ കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഡിവിഷനാണ്. അപ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 3 ഡിജിറ്റ്സ് എവിടെ വരും? 5ൻ്റെ ഫ്രണ്ടിൽ വരും അല്ലേ. അപ്പോൾ 1.560 കിലോഗ്രാം. അടുത്തത് 704 ഗ്രാം. ഇതിനെ കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 1, 2, 3 നമ്മുടെ ഡെസിമൽ പോയിൻ്റ് ഇവിടെ വരും. അപ്പോൾ 0.704 കിലോഗ്രാം. അടുത്തത് 56 കിലോഗ്രാം ആണ്. 56 കിലോഗ്രാമിനെ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ കിലോഗ്രാം ഈസ് ബിഗ്ഗർ യൂണിറ്റ് ആൻഡ് ഗ്രാം ഈസ് സ്മോളർ യൂണിറ്റ്. ബിഗ്ഗർ യൂണിറ്റിനെ സ്മോളർ യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? മൾട്ടിപ്ലിക്കേഷൻ. എത്ര കൊണ്ട് ചെയ്യും? 1000 കൊണ്ട് ചെയ്യും. എന്തുകൊണ്ടാണ് 1000 കൊണ്ട് ചെയ്യുന്നത്? 1000 ഗ്രാം ആണ് 1 കിലോഗ്രാം. അതുകൊണ്ട് 1000 കൊണ്ട് ചെയ്യും. അപ്പോൾ 0.56 ഗ്രാം എന്നുള്ളത് കിലോഗ്രാം എന്നുള്ളത് എത്ര ഗ്രാമായിട്ട് മാറും? ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് എന്ത് സംഭവിക്കും? ഇവിടെ ഇൻറ്റു 1000 എഴുതിക്കുക കേട്ടോ. ഇൻറ്റു 1000. 0.56 ഇൻറ്റു 1000 കിലോഗ്രാം എന്നാകും കേട്ടോ. അപ്പോൾ ഈ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഡെസിമൽ പോയിൻ്റ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് 3 പ്ലേസസ് മൂവ് ചെയ്യും. അപ്പോൾ ഇവിടെ നിന്ന് 1, 2, 3 തേർഡ് പ്ലേസിൽ നമുക്കൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു 0 ഇട്ട് കൊടുക്കും. അപ്പോൾ 5, 6, 0 ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഡെസിമൽ പോയിൻ്റ് വരുന്നത്. അപ്പോൾ 560 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ 560 ഗ്രാം ആണ്. 0.56 കിലോഗ്രാം. ഇനി ഇതെന്താവും? 2.5 കിലോഗ്രാമിനെ ഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ കിലോഗ്രാമിനെ ഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമ്മുടെ 2.5ലെ ഈ പോയിൻ്റ് എങ്ങോട്ട് മാറും? 1, 2, 3 ഇവിടെ വരും നമ്മുടെ പോയിൻ്റ്. അപ്പോൾ ഇവിടെ 2 zeros വരും അല്ലേ. അപ്പോൾ 2500 ഗ്രാം എന്ന് വരും. മനസ്സിലായല്ലോ എങ്ങനെയാണെന്ന്? ഈ ഒരു ട്രിക്ക് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഗ്രാമിനെ കിലോഗ്രാമിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ 1000 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അപ്പം നമ്മുടെ ഡെസിമൽ പോയിൻ്റ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് മൂവ് ആകുന്നത്. ഓക്കെ, 3 പ്ലേസസ് മൂവ് ആകും. ഇനി കിലോഗ്രാമിനെ ഗ്രാമിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ നമ്മുടെ ഡെസിമൽ പോയിൻ്റ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് 3 പ്ലേസസ് മൂവ് ആകും. ഇത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ലുക്ക് അറ്റ് ദ പിക്ചർ ബിലോ ഷോവിങ് ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് ഓഫ് റൈസ് സ്റ്റാർട്ടിംഗ് ഫ്രം ദി 1 gram heap. Subsequent heaps can be found that are 10 times heavier than the previous heap packet. The combined weight of rice in this picture is 11.111 kilogram. അപ്പോൾ ഇവിടെ നമുക്ക് റൈസ് പാക്കറ്റാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിൽ 1 ഗ്രാമിൽ തുടങ്ങുന്ന പാക്കറ്റ് മുതലാണ് ഉള്ളത്. അപ്പോൾ ഇത് 1 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. 1 ഗ്രാം എന്ന് പറയുന്നത് എത്ര കിലോഗ്രാമാണ്? 0.001 കിലോഗ്രാമാണ്. അടുത്തത് നോക്കിയേ, 10 ഗ്രാം. അപ്പോൾ ഈ 1ൻ്റെ 10 ടൈംസായി ഇവിടെ ഇത് 10 ഗ്രാമായി. 10 ഗ്രാം എന്ന് പറയുന്നത് 0.01 കിലോഗ്രാമാണ്. അടുത്തത് 100 ഗ്രാം. അപ്പോൾ 10ൻ്റെ 10 ടൈംസായി ഇവിടെ വന്നപ്പോൾ അതെന്തായി? 0.1 കിലോഗ്രാമായി. അടുത്തത് 100 ഗ്രാമിൻ്റെ 10 ടൈംസ്, ദാറ്റ് ഈസ് 1000 ഗ്രാം. 1000 ഗ്രാം എന്ന് പറയുന്നതാണ് 1 കിലോഗ്രാം. ഇനി 1000 ഗ്രാമിൻ്റെ 10 ടൈംസ് ആണ് അടുത്ത പാക്കറ്റ്. അത് 10,000 ഗ്രാം. 10,000 ഗ്രാം ഈസ് 10 കിലോഗ്രാം. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 11. നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. കിലോഗ്രാമിലാണ് ആഡ് ചെയ്യുന്നത്. ഫസ്റ്റ് 1 10, സെക്കൻഡ് 1 1, തേർഡ് 1 0.1. അപ്പോൾ എവിടെ വരും? വൺസിൻ്റെ പ്ലേസിലാണ് 0. അപ്പോൾ 0.1. അടുത്തത് 0.01. അടുത്തത്
0.001. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. 1 കണ്ടോ, 11.111 കിലോഗ്രാം എന്ന് കിട്ടി. അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടു 1000 ഗ്രാം ആണ് 1 കിലോഗ്രാം എന്ന് നമ്മൾ കണ്ടു. ഓൾസോ 1 ഗ്രാം എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? 1 ഗ്രാം എന്ന് പറയുന്നത് 1000 മില്ലിഗ്രാം ആയിരിക്കും. 1 കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാം ആണ്. 1 ഗ്രാം എന്ന് പറയുന്നത് 1000 മില്ലിഗ്രാം ആണ്. ഗ്രാമിനെക്കാട്ടിൽ കുറച്ചുകൂടെ ചെറിയ യൂണിറ്റ് ആണ് മില്ലിഗ്രാം. സോ 1 മില്ലിഗ്രാം എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? 1/1000 ഗ്രാം ആയിരിക്കും. 1/1000 ഗ്രാം എന്ന് പറയുന്നത് എന്താണ്? 0.001 ഗ്രാം ആണ്. ഓക്കെ, ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. 1 കിലോഗ്രാം ഈസ് ഈക്വൽ ടു 1000 ഗ്രാം. 1 ഗ്രാം ഈസ് ഈക്വൽ ടു 1000 മില്ലിഗ്രാം. അപ്പോൾ യൂണിറ്റ്സ് വരുമ്പം ഏറ്റവും ചെറുത് എന്താണ്? മില്ലിഗ്രാം, അത് കഴിഞ്ഞിട്ട് ഗ്രാം, അത് കഴിഞ്ഞിട്ട് കിലോഗ്രാം. ഓക്കെ, 1000 മില്ലിഗ്രാം ആണ് 1 ഗ്രാം, 1000 ഗ്രാം ആണ് 1 കിലോഗ്രാം. ഓക്കെ, ഇനി മില്ലിഗ്രാമിനെ ഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യണം. എന്ത് ചെയ്യണം? മില്ലിഗ്രാം ഈസ് ദി സ്മോളർ യൂണിറ്റ് ആൻഡ് ഗ്രാം ഈസ് ദി ബിഗ്ഗർ യൂണിറ്റ്. എന്ത് ചെയ്യണം? ഡിവിഷൻ ചെയ്യണം. എത്ര കൊണ്ട് ചെയ്യണം? 1000 കൊണ്ട് ചെയ്യണം. ഗ്രാമിനെ കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഡിവിഷൻ ചെയ്യണം. എത്ര കൊണ്ട് ചെയ്യണം? 1000 കൊണ്ട് ചെയ്യണം. ഇനി കിലോഗ്രാമിനെ ഗ്രാമിലോട്ടാക്കണമെങ്കിലോ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഗ്രാമിനെ മില്ലിഗ്രാമിലോട്ടാക്കണമെങ്കിലോ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് പോർഷനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.